കൂട്ടരെ നിങ്ങൾ കേട്ടിടേണം, കാര്യമതായി കണ്ടിടേണം. നാട്ടിൽ നിന്നും കേൾക്കും വാർത്തകൾ ആർക്കും തന്നെ ഭൂഷണമല്ല. ചൈനയിലാദ്യം കോവിഡ് വന്നു, ജീവൻ പലതും നഷ്ടപ്പെട്ടു. പിന്നീട് ഇറ്റലി നാട്ടിലെത്തി, അവിടെയും അത് വിഹരിച്ച് നടന്നു. പിന്നെ കോവിഡിന്റെ ലക്ഷ്യം നമ്മുടെ സുന്ദര കേരളമായി. നമ്മളിവിടെ ജാഗ്രതയോടെ ഒത്തൊരുമിച്ച് ജയിക്കാൻ നിന്നു. മതവുമില്ല, ജാതിയുമില്ല, ദൈവവുമില്ലാതൊന്നായി നിന്നു. പാതി ജയിച്ചു നമ്മൾ കൊറോണ എന്നൊരു സത്വപിടിയിൽ നിന്നും. കൈകൾ രണ്ടും സോപ്പുകളിട്ട് കഴുകിയിടേണം 20 സെക്കൻഡ്. മാസ്കുകൾ കൊണ്ട് മുഖം മറയ്ക്കണം, 1 മീറ്റർ അകലം പാലിക്കണം. കുഞ്ഞുമക്കൾ വെളിയിൽ പോയിടാതെ നിങ്ങൾ സൂക്ഷിക്കണം. ടീച്ചറമ്മ നിങ്ങൾക്കായി ഓരോ ദിനവും കരുതിയിടുന്നു. അതിനായി ടീച്ചർ പറയും കാര്യം നിങ്ങൾ പാലിക്കണം കേട്ടോ. ഓരോ ദിനവും ടീച്ചർ നിങ്ങളുടെ ടിവിയിലൂടെ വീട്ടിൽ എത്തും. വീട്ടിലുള്ളവർ അറിയാനായി നിർദ്ദേശങ്ങൾ തരികയും ചെയ്യും. നിർദ്ദേശങ്ങൾ പാലിച്ചിടിൽ എല്ലാവർക്കും സൗഖ്യം തന്നെ. ഇന്നത്തെ ചെറു കരുതലു പോലും നാളെ നമ്മുടെ ജീവിതമാണ്. പുറമേ എങ്ങും പോകരുതാരും, അകമേ വീടിനുള്ളിലിരിക്കൂ. മക്കളെ നിങ്ങൾ അറിഞ്ഞിടേണം, ഭീതിയാർക്കും വേണ്ട കേട്ടോ. ജാഗ്രതയോടെ കരുതിയിരുന്നാൽ രോഗമി ലോകം വിട്ടേ പോകും. ജാഗ്രതയോടെ കരുതിയിരുന്നാൽ രോഗമി ലോകം വിട്ടേ പോകും.